എനിക്ക് സംസാരത്തിലേക്ക് എവിടെ പോയാൽ ഇറങ്ങിയാലും കാറി കയറി ഉറക്കുക. പിന്നെ ചുമ്മാ ഫോൺ ഓണാക്കിയപ്പോ എഴുന്നിട്ട് അല്ലെങ്കിൽ ഫാൻസ് പ്രശ്നം ഉണ്ടാക്കും. അത് വായിക്കാം. അല്ലെങ്കിൽ നമുക്ക് യാത്ര പകുതി വെച്ച് നിർത്തി തിരിച്ചു വരേണ്ടി വരും. എന്ത് കഴിക്കുന്നേ? നോക്കി ഇവിടെ എന്താണ്ടൊക്കെ വഴിയൊക്കെ പറയുന്നുണ്ട്. എഴുതുന്നത് ഇങ്ങോട്ടന്നെ അതെന്തോ പോലീസ് ഫോറസ്റ്റ് അടിപൊളി. മൂസ് നല്ല ഉറക്കായി അയ്യോ ആളെ കാണാൻ പോലും ഇല്ലല്ലോ. തലവഴി കൂടിയിട്ട് ഊർക്കം വലിക്കുന്നു. വേണ്ട നാളെ ഇത് കേട്ടിട്ട് നമ്മളെ കൊല്ലാൻ പറ്റും. നല്ല വഴി. ക്ലാസ് തുറക്കാം നമുക്ക്. ഈസി ഓഫ് വണ്ടി ഓടിച്ചു വന്നപ്പോ ചാലിശ്ശേരി സ്ഥലമാട്ടോ ഇത്. ചാലിശ്ശേരി എസ്റ്റേറ്റ് കണ്ട് ഗൈസ്. പക്ഷേ കാടാന്നേ ഉള്ളു കേട്ടോ. നമ്മള് ഉദ്ദേശം തണുപ്പൊന്നുമില്ല. റോഡ് അത്ര തണുപ്പ് പോരാ, വീതി ഇല്ലാത്ത റോഡാ. കാരണം ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി താഴെ വെള്ളം കുറവാ. താഴ്ന്ന് കല്ലടയാറാം. EVTയുടെ എസ്റ്റേറ്റ് അതിനോട് ചേർന്ന് ലയങ്ങളല്ലേ. താണ്ട ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. സ്കൂളാണ് അമ്പലം. ചാലിക്കര ക്ഷേത്രം. പൊട്ട റോഡാണ് ഗൈസ്. നമ്മള് കുലുക്കം കയറാനും കുറെ പാട് വിട്ടാണ് ഈ കയറ്റം കയറുന്നത്. നമ്മളെ വണ്ടി കയറ്റം കയറി വരുന്ന കയറി. ഇങ്ങോട്ട് കുഴപ്പമില്ലല്ലോ. എനിക്ക് തോന്നുന്നു നമ്മള് കൊറേ മാമ്പഴത്തറയുടെ വീഡിയോ കണ്ട റൂട്ടൊന്നും അല്ലല്ലോ ഇത്. ഏതോ പുതിയ റൂട്ടാന്ന്. പക്ഷെ നമുക്ക് സൂപ്പറാണ്. അവിടെ എന്തോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ക്യാമ്പിംഗ് സ്റ്റേഷൻ, അമ്പനാർ മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷൻ. 2 ഫോറസ്റ്റ് സ്റ്റേഷൻസ് ഇപ്പൊ കണ്ടു. ഇതൊന്നേ കേട്ടോ. പുലിയൊക്കെ ഇറങ്ങുമെന്നാ പറയുന്നേ. പുലി ഇറങ്ങുമെന്നൊന്നും അറിയത്തില്ല. എങ്ങനെ ക്രോസ് ചെയ്ത് നടന്നു പോരുന്നത്. അത് ഈ ശർദിലിന്റെ ഗുളിക കഴിച്ചിട്ട് കിടന്നുണ്ട് ഇത്രേ ഉറങ്ങിപ്പോയത്. ഉറങ്ങി എത്തുമ്പോ വിളിക്കാം. അല്ലെങ്കിൽ ഇനി ഓണന്നിരുന്നു ചിലപ്പോ പുലിനെ കടുവേനൊക്കെ കാണാം. ഈ കേറ്റം നമ്മള് കേറാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ ആയിരുന്നു. അച്ചൻകോല് പോയപ്പോ ഇതേപോലെ ബട്ടർഫ്ലൈ സീസൺ ആയിരുന്നു. കണ്ടാ നിറച്ച് ബട്ടർഫ്ലൈ. ഇതിപ്പോ കുറവാണ് സത്യം പറഞ്ഞ. നമ്മളീ കേറ്റം കയറാൻ പോവാണ്. അതൊക്കെ കേറും. ബട്ടർഫ്ലൈസ് കണ്ട ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ വന്ന് കാറ് തട്ടി പോവാ. ഞാനിതൊക്കെ ആദ്യമായിട്ടാ കാണുന്നത്. ഈ 9 വയസ്സുള്ള
ഇതേ നല്ല വെള്ളമുള്ള സ്ഥലത്താണെങ്കിലേ കുറച്ചൊരു കൂടുതൽ കാണും. നമ്മളന്ന് ആ ഇറങ്ങിയ സ്ഥലമല്ലേ, അവിടെ വെള്ളത്തിനായിരുന്നു കൂടുതലുണ്ടായിരുന്നു. റോട്ടിൽ തന്നെ നിൽക്കുന്നില്ലേ? റോഡിൽ ഇരിക്കുന്നു. റോഡ് മൊത്തം റോഡ് മൊത്തം അതാ നിലത്ത് കണ്ടല്ലേ? തറയിലായിരിക്കുന്നത്. അതാ വെള്ളമുള്ള സ്ഥലത്താണല്ലേ കുറച്ച് കൂടുതലാണ്. നമ്മൾ താഴോട്ട് ഇറങ്ങി നോക്കിയാൽ കാണാൻ പറ്റും. എന്നെ മാത്രം ആന പിടിച്ചിട്ട് പോട്ടെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഇതുവരെ ഇറങ്ങാതിരുന്നതാട്ടോ. ഇപ്പം അതേ ഇറങ്ങി. നല്ല രസമുണ്ട് ഗൈസ് ഇവിടെ. കാടും എന്താ പറയുക, ഭയങ്കര പീസ്ഫുൾ ആംബിയൻസും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ വലിയ ആൾക്കാരെ ഒന്നും ഇവിടെ കാണാനില്ല. നമ്മൾ വീട്ടിൽ നിന്ന് കയറിയപ്പോഴേ ബെഡ്ഷീറ്റും തലേണയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. നമ്മൾ അടുത്ത എസ്റ്റേറ്റിലോട്ട് കയറുവാന്ന് തോന്നുന്നു. നാഗവല്ലി എസ്റ്റേറ്റ്. ഹാരിസൺ മലയാളത്തിന്റെ എവിടെയും ഫുൾ ബട്ടർഫ്ലൈസ്. പൈനാപ്പിൾ. ഇത് രണ്ട് സൈഡിലും പൈനാപ്പിളിന്റെ കൃഷിയാട്ടോ. തേയിലയല്ല അല്ല തേയിലയല്ല. എന്താണെങ്കിലും നമ്മളെ റൈറ്റും ലെഫ്റ്റും നമ്മൾ കാണുന്നത് മറ്റേ പൈനാപ്പിൾ ആണ്. പൈനാപ്പിളാ. ഈ വലിയ മരം എന്തോ കോഫി വല്ലതും ആണോ? അത് തണൽ മരങ്ങളാണ്. ആന ഇറങ്ങുന്നുണ്ടോ? ഇലക്ട്രിക് ഫെൻസ് അതൊക്കെ. ഈ പൈനാപ്പിൾ തിന്നാൻ വരും. ഇവിടോട്ട് റോഡൊക്കെ കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ലാതൊക്കെ പോവാം. നമ്മളിപ്പോ ഓൾമോസ്റ്റ് മാമ്പഴത്തറ ആയിട്ടുണ്ട്. വ്യൂ പോയിന്റ് എത്തിയിട്ടില്ല അല്ലേ? ഇലക്ട്രിക് ഫെൻസ്. അതിൽ തൊട്ടാൽ ഷോക്ക്. ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഡയറക്റ്റ് കാണുന്നതിൽ നല്ല ഭംഗിയുണ്ട് ഈ ബട്ടർഫ്ലൈസ്. അങ്ങോട്ട് മാമ്പഴത്തറ ക്ഷേത്രം അടുത്ത് തറയുന്നത്, പക്ഷെ അടുത്ത് കുരിശാണല്ലോ കാണുന്നത്. മാമ്പഴത്തറയെ കൊണ്ടുപോകാന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് കെട്ടിയൊരുക്കി കൊണ്ടുവന്നിട്ട് കുറേ ദൂരം വണ്ടി ഓടിപ്പിച്ചിട്ട് പറയുന്നു മാമ്പഴത്തറ കഴിഞ്ഞു. അങ്ങനെ ഇപ്പം ഞങ്ങൾ എവിടെയോ വന്ന് നിൽക്കുക. ഇനി തെന്മല പോവാന്ന്. അതാണ് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ പ്ലാനിങ്. അപ്പം പോകുന്ന വഴി ഒരു അമ്പലവും ഒരു ഗ്രൗണ്ടും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിപ്പോൾ കാണാൻ പോലും ഇല്ല. ചേർന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരമ്പലവും കൂടെ ഉണ്ട്. നല്ല സമാധാനമുള്ളൊരു ആംബിയൻസ് ആണേ. വണ്ടികളൊക്കെ പോകുന്ന റോഡാണ്. അത്യാവശ്യം നല്ല റോഡുമാണ്. ഇടയ്ക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇച്ചിരി പൊട്ട റോഡ്. ബാക്കിയെല്ലാം നല്ല റോഡും നല്ല സ്ഥലമൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ ഒരുപാട് വട്ടം തെന്മല വന്നിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ അക്യൂറ ഉണ്ടെന്ന് ഞാൻ ഇപ്പം ആ
10 AM to 6 PM. ആ അത് വരണ്ട, വാ നമുക്ക് പോയി നോക്കാം. അക്വേറിയം ദ്വാരം ഒക്കെ കൊടുത്തേക്കും നമ്മുടെ. ഇത് പറ്റി ഉറങ്ങി ടയർഡായിട്ടാണോ ഇങ്ങനെ നടക്കുന്നത്? ഇവിടെ നിന്ന് ആരും ഇല്ലെന്ന് തോന്നറേ. അതാ ടിക്കറ്റ് കൗണ്ടറിന്നൊക്കെ ആരും ഇല്ലല്ലേ. ടിക്കറ്റ് കൗണ്ടറിലൊന്നും ആരെയും കാണുന്നില്ല. നിൽക്കുന്ന അക്വേറിയൊക്കെ പൂട്ടി പോയിട്ട് കുറെ നാളായെന്ന് തോന്നുന്നു. ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ തിരിച്ചു നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പൂട്ടി വെച്ചിരിക്കുക. നമ്മൾ അഡ്വഞ്ചർ സോണിലോട്ട് പോയപ്പോൾ അവർ പറഞ്ഞു അവിടെ ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെ നമ്മൾ വന്നത് തെന്മല ഡാമിൻ്റെ അവിടെ വന്നിട്ടാണ് അഡ്വഞ്ചർ സോണിലേക്കുള്ള ടിക്കറ്റും തെന്മല ഡാമിൻ്റെ കൗണ്ടറിൽ നിന്നേ കൊടുക്കത്തുള്ളൂ. ഈ അഡ്വഞ്ചർ സോണിൽ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ വെച്ചിരുന്നെങ്കിൽ നമുക്കത് എളുപ്പമായനല്ലോ. കാരണം നമ്മൾ ഡാമിൽ കയറാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഭയങ്കര വെയിലും ഭയങ്കര ചൂടുമാണ്. അപ്പോഴത്തേനും നമ്മൾ അഡ്വഞ്ചർ സോണിൽ കയറാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. ഒട്ടും റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്ത്. കാരണം അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ വെച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു. നമ്മളിവിടെ വരെ വീണ്ടും ഡ്രൈവ് ചെയ്ത് വന്നിട്ട് തിരിച്ച് വീണ്ടും ടിക്കറ്റ് എടുത്തിട്ട് വീണ്ടും തിരിച്ച് അങ്ങോട്ട് പോകണം. അമ്മുക്കുട്ടി എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോളും സ്കീഡ റെഡ് വെൽവെറ്റ് ഐസ്ക്രീം മീസല കഴിക്കണം. ഫിൽട്ടർ ചെയ്ത് കഴിച്ചോണ്ടിരിക്കും എൻ്റെ മീശ വെച്ച്. നമ്മുടെ അഡ്വഞ്ചർ സോണിനകത്തോട്ട് നമ്മൾ കയറി കേട്ടോ. സംഭവം കാട്ടിന് നടുക്കായതുകൊണ്ട് നല്ല രസമുണ്ട്. ഇത്രയും സ്റ്റെപ്പ് കയറണം. അമ്മൂസിന് ഇപ്പോഴേ തല ഇറങ്ങുന്നു. നടക്ക്, പേടിക്കാനൊന്നുമില്ല, നടന്നോ. ഇനി ഇടയ്ക്കൂടെ ഒന്നും പോകത്തില്ല, നടന്നോ. ഇനിയും തീർന്നില്ല കേട്ടോ. സോ അങ്ങ് വരണ്ട്. എന്നിട്ട് വേണം ഒരു ബിരിയാണി കഴിക്കാൻ. അമ്മൂസിനെ കാണുന്നില്ലല്ലേ, ഇവിടെ പോയി. ഒരു അട്ടയെ കണ്ടെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കി അമ്മൂസിന്റെ ചെരുപ്പ് പാലത്തിന്റെ മേളിൽ നിന്ന് താഴെ കളഞ്ഞേ. എന്നിട്ട് പ്രവീണിന്റെ ചെരുപ്പിട്ട് നടക്കുക. പ്രവീൺ ഇപ്പൊ ആ ചെരുപ്പില്ലാതെ നടക്കുന്നത്. അമ്മൂന് പേടിയാവുന്നു ഇതൊക്കെ കണ്ടിട്ട് പേടിയാവുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. റോപ്പ് ക്ലൈമ്പിങ്ങും സിപ്പ് ലൈനിങ്ങും അങ്ങനെ ഒത്തിരി അഡ്വഞ്ചേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ നമ്മളൊന്നിലും കയറണമെന്ന് വിചാരിച്ചു, കാരണം എനിക്ക് പേടിയാണ്. പിന്നെ അമ്മൂസിന് അണ്ടർ 50 kg ആയതുകൊണ്ട് അമ്മൂസിനും കയറാൻ പറ്റത്തില്ല. ഇല്ല, പോത്തില്ല.
ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിങ്ങിന് നമ്മൾ കയറിയില്ല, കാരണം നമ്മളെപ്പോഴും ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അവിടെയും കയറിയില്ല. ഞാൻ ഒരു ബിരിയാണി കഴിച്ച്, ഇയാൾ ചോറും കറിയാണ്. എവിടെ പോയാലും ഇയാൾ ചോറും കറി കഴിക്കത്തുള്ളൂ കേട്ടോ. അമ്മക്കുട്ടിക്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഇച്ചിരി ബിരിയാണി കൊടുത്തതായി ഇപ്പം ഇച്ചിരി കഴിക്കുന്നു. ഉറങ്ങി എഴുന്നേറ്റ് ഇതായി ഇപ്പം ഇരുന്ന് ഉഴുന്ന വട കഴിച്ചിട്ടിരിക്കും കേട്ടോ.